വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം ട്ടോ. രാജ്യത്തെ ഒരു സാധാരണ പൗരനെ ആദ്യമായി ബഹിരാകാശത്തെത്തിച്ച രാജ്യം ഏതാണ്? ചൈന. രാജ്യത്തെ ഒരു സാധാരണ പൗരനെ ആദ്യമായി ബഹിരാകാശത്ത് എത്തിച്ച രാജ്യം ഏതാണ്? ചൈന. ജലത്തിനടിയിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ട്രെയിൻ ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? കൊൽക്കത്ത, ഹൗറ. ജലത്തിനടിയിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ട്രെയിൻ ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? കൊൽക്കത്ത, ഹൗറ. നീതി ആയോഗിന്റെ പുതിയ സിഇഒ ആരാണ്? BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിന്റെ പുതിയ സിഇഒ ആരാണ്? BVR സുബ്രഹ്മണ്യം. ഇന്ത്യയിലെ ആദ്യത്തെ സൗര നഗരം ഏതാണ്? സാഞ്ചി. ഇന്ത്യയിലെ ആദ്യത്തെ സൗര നഗരം ഏതാണ്? സാഞ്ചി. ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ചണ്ഡീഗഡ്. ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ചണ്ഡീഗഡ്. ഭീകര ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണാർത്ഥം ഐക്യദാർഢ്യ മരം അഥവാ സോളിഡാരിറ്റി ട്രീ സ്ഥാപിച്ചത് എവിടെയാണ്? ന്യൂയോർക്ക്. ഭീകര ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണാർത്ഥം ഐക്യദാർഢ്യ മരം അഥവാ സോളിഡാരിറ്റി ട്രീ സ്ഥാപിച്ചത് എവിടെയാണ്? ന്യൂയോർക്ക്. മറ്റു പിന്നോക്ക വിഭാഗങ്ങളിലെ ഉപവിഭാഗങ്ങളെ തിട്ടപ്പെടുത്തുന്നതിനായി നിയോഗിച്ച കമ്മീഷന്റെ പേര് എന്താണ്? ജസ്റ്റിസ് രോഹിണി കമ്മീഷൻ. മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിലെ ഉപവിഭാഗങ്ങളെ തിട്ടപ്പെടുത്തുന്നതിനായി നിയോഗിച്ച കമ്മീഷന്റെ പേര് എന്താണ്? ജസ്റ്റിസ് രോഹിണി കമ്മീഷൻ. ലോകത്തെ മികച്ച സ്ട്രീറ്റ് ഫുഡുകളുടെ പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയിലെ മധുര പലഹാരം ഏതാണ്? മൈസൂർ പാർക്ക്. ലോകത്തെ മികച്ച സ്ട്രീറ്റ് ഫുഡുകളുടെ പട്ടികയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയിലെ മധുര പലഹാരം ഏതാണ്? മൈസൂർ പാക്ക്. 2024 G20 ഉച്ചകോടിക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏതാണ്? ബ്രസീൽ. 2024 G20 ഉച്ചകോടിക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏതാണ്? ബ്രസീൽ. ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ പറ്റി പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ തലവൻ ആരാണ്? രാംനാഥ് കോവിന്ദ്. ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ പറ്റി പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ തലവൻ ആരാണ്? രാംനാഥ് കോവിന്ദ്. ഖലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജ്ജർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളാണ് ഉലച്ചിലുണ്ടായത്? ഇന്ത്യ, കാനഡ. ഖലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജ്ജർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലാണ് ഉലച്ചിൽ ഉണ്ടായത്? ഇന്ത്യ, കാനഡ. രാജ്യത്തെ ആദ്യത്തെ വേദിക് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നോയിഡ. രാജ്യത്തെ ആദ്യത്തെ വേദിക് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നോയിഡ. അറബ് ലോകത്തു നിന്ന് ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ വനിതയായ റയ്യാനത്ത് ബർനാവി ഏത് രാജ്യക്കാരിയാണ്? സൗദി അറേബ്യ. അറബ് ലോകത്തു നിന്ന് ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ വനിതയായ റയ്യാനത്ത് ബർനാവി ഏത് രാജ്യക്കാരിയാണ്? സൗദി അറേബ്യ. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ സർവകലാശാല ക്യാമ്പസ് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ സർവകലാശാല ക്യാമ്പസ് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ വേസ്റ്റ് ടു ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിതമായത് എവിടെയാണ്? പൂനെ. ഇന്ത്യയിലെ ആദ്യത്തെ വേസ്റ്റ് ടു ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിതമായത് എവിടെയാണ്? പൂനെ. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ രൂപകൽപ്പന നടത്തിയത് ആരാണ്? ബിമൽ ഹസ്മുഖ് പട്ടേൽ. ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ രൂപകൽപ്പന നടത്തിയത് ആരാണ്? ബിമൽ ഹസ്മുഖ് പട്ടേൽ. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച PM വിശ്വകർമ്മ പദ്ധതി ഏതു വിഭാഗത്തിൽ ഉള്ളതാണ്? പരമ്പരാഗത കൈത്തൊഴിൽ എടുക്കുന്നവർക്കുള്ളത്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച PM വിശ്വകർമ്മ പദ്ധതി ഏത് വിഭാഗത്തിനുള്ളതാണ്? പരമ്പരാഗത കൈത്തൊഴിലുകൾ എടുക്കുന്നവർക്ക്. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം അറിയപ്പെടുന്ന പേര് എന്താണ്? സംവിധാൻ സദൻ. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം അറിയപ്പെടുന്ന പേരെന്താണ്? സംവിധാൻ സദൻ. ചിഹ്നഗ്രഹത്തിൽ നിന്ന് അവശിഷ്ടങ്ങൾ ശേഖരിച്ച് വിജയകരമായി
വിജയകരമായി ഭൂമിയിൽ തിരിച്ചെത്തിയ ദൗത്യത്തിന്റെ പേരെന്താണ്? ഒസിരീസ്. ചിഹ്നഗ്രഹത്തിൽ നിന്ന് അവശിഷ്ടങ്ങൾ ശേഖരിച്ച് വിജയകരമായി ഭൂമിയിൽ തിരിച്ചെത്തിയ ദൗത്യത്തിന്റെ പേരെന്താണ്? ഒസിരീസ്. ചന്ദ്രയാൻ 3 ദൗത്യം വിക്ഷേപിച്ചത് എന്നാണ്? 2023 ജൂലൈ 14. ചന്ദ്രയാൻ 3 ദൗത്യം വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. വേൾഡ് സിറ്റീസ് കൾച്ചർ ഫോറത്തിൽ ചേർന്ന ആദ്യത്തെ ഇന്ത്യൻ നഗരം ഏതാണ്? ബാംഗ്ലൂരു. വേൾഡ് സിറ്റീസ് കൾച്ചർ ഫോറത്തിൽ ചേർന്ന ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? ബാംഗ്ലൂരു. 2023 മെയ്യിൽ ചുവടെ പറയുന്നവയിൽ ഏതു സംഘടന പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരമാണ് ലോകത്തെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യമായി ഇന്ത്യയെ പ്രഖ്യാപിച്ചത്? UNFPA. 2023 മെയ്യിൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംഘടന പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരമാണ് ലോകത്തെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യമായി ഇന്ത്യയെ പ്രഖ്യാപിച്ചത്? ഓപ്ഷൻസ്: യൂണിസെഫ്, യുനെസ്കോ, ലോകാരോഗ്യ സംഘടന, UNFCA, അങ്ങനെ UNFPA, അങ്ങനെ 4 സംഘടന കൊടുത്തിട്ടുണ്ട്. UNFPA ആണ് ആൻസർ കേട്ടോ. പാർലമെന്റ് പാസാക്കിയ വനിതാ സംവരണ ബിൽ പ്രകാരം ലോക്സഭയിലെ എത്ര ശതമാനം സീറ്റുകൾക്കാണ് വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നത്? 31%. പാർലമെന്റ് പാസാക്കിയ വനിതാ സംവരണ ബിൽ പ്രകാരം ലോക്സഭയിലെ എത്ര ശതമാനം സീറ്റുകളാണ് വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നത്? 31%. ഇന്ത്യൻ വംശജനായ ധർമ്മൻ ഷൺമുഖരത്നം ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റാണ്? സിംഗപ്പൂർ. ഇന്ത്യൻ വംശജനായ ധർമ്മൻ ഷൺമുഖരത്നം ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റാണ്? സിംഗപ്പൂർ. ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനാവുന്ന HD 3385 ഏതിനം വിളയാണ്? ഗോതമ്പ്. ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത കാലാവസ്ഥാ വ്യതിയാനം അതിജീവിക്കാനാവുന്ന HD 3385 ഏതിനം വിളയാണ്? ഗോതമ്പ്. ഡോക്ടർ BR അംബേദ്കറുടെ നാമധേയത്തിലുള്ള പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരം ഏത് സംസ്ഥാനത്താണ്? തെലങ്കാന. ഡോക്ടർ BR അംബേദ്കറുടെ നാമധേയത്തിലുള്ള പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരം ഏത് സംസ്ഥാനത്താണ്? തെലങ്കാന. 2021 ഗാന്ധി സമാധാന പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനം ഏതാണ്? ഗീത പ്രസ്. 2021 ഗാന്ധി സമാധാന പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനം ഏതാണ്? ഗീത പ്രസ്. ലോക ഫുട്ബോൾ ചരിത്രത്തിൽ ഹെഡറുകളിലൂടെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയതിന്റെ റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. ലോക ഫുട്ബോൾ ചരിത്രത്തിൽ ഹെഡറുകളിലൂടെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് ഡ്രോൺ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ചെന്നൈ. ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് ഡ്രോൺ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ചെന്നൈ. വാഗ്നർ സേന എന്നറിയപ്പെട്ട കൂലിപ്പട്ടാളം കലാപശ്രമം നടത്തിയത് ഏത് രാജ്യത്താണ്? റഷ്യ. വാഗ്നർ സേന എന്നറിയപ്പെട്ട കൂലിപ്പട്ടാളം കലാപശ്രമം നടത്തിയത് ഏത് രാജ്യത്താണ്? റഷ്യ. അപ്പൊ ഇത്രയാണ് ഒരു 30ഓളം കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി വരുന്ന പരീക്ഷകൾക്ക് 2025 വരുന്ന ഏത് പരീക്ഷകളായിക്കോട്ടെ, ഗ്രൂപ്പ് ഡി ആയിക്കോട്ടെ, മറ്റ് ഏത് SSC എക്സാമുകളായിക്കോട്ടെ, PSC എക്സാമുകളായിക്കോട്ടെ, ഒക്കെ തന്നെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ക്ലാസ് കേട്ട് എഴുതിയെടുക്കണം എന്നുള്ളവർ എഴുതിയെടുത്ത് ഭംഗിയായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ ക്ലാസ് കേൾക്കുന്നതെങ്കിൽ, ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.